മലയാളിയുടെ കഥകളിലും കവിതകളിലും സിനിമാ ഗാനങ്ങളിലുമെല്ലാം സുന്ദരിയായാണ് കല്ലായിപ്പുഴ ഒഴുകിയത്. ഇന്ന് പക്ഷേ പുഴ അതിൻ്റെ അന്ത്യശ്വാസം വലിക്കുകയാണ്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ പട്ടികയിൽ കേരളത്തിലെ ഏറ്റവും മലിനമായ പുഴ എന്ന വിശേഷണമാണ് ഒടുവിൽ കല്ലായിപ്പുഴയെ തേടിയെത്തിയിരിക്കുന്നത്. കല്ലായിപ്പുഴ എന്ന് പറയുന്നത് ചെറുകുളത്തൂർ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന 14ലധികം നീർച്ചോലകൾ കൂടിച്ചേർന്നിട്ടാണ് കല്ലായിപ്പുഴ ഉണ്ടായത്. പഴയ കാലഘട്ടത്തിൽ ജനങ്ങൾ ഞണ്ടിനെ പിടിച്ചും മത്സ്യം പിടിച്ചും അതേപോലെ വല വീശിയും സാധാരണ ജനങ്ങൾ ഈ പുഴയുമായിട്ട് സംവദിച്ചിരുന്നു. ഇന്ന് അത്തരത്തിലുള്ള ഒരു സംവിധാനം ഇല്ലാതായി. മാത്രവുമല്ല, ഈ മരപ്പണി നാമമാത്രമായിട്ട് ഇവിടെ മരത്തിൻ്റെ പണി നടക്കുന്നുള്ളെങ്കിൽ പോലും ആ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനങ്ങൾക്ക് ത്വക്ക് രോഗങ്ങൾ നിരവധിയായി വന്നിരിക്കുക. പലരും തന്നെ കടുപ്പിനി ഭാഗത്ത് നിരവധി പേർക്ക് വെള്ളമായിട്ട് സംവദിക്കുന്നത് കൊണ്ട് അവർക്ക് ത്വക്ക് രോഗങ്ങൾ, വിശേഷിച്ച് ഈ സ്കിന്നിലെ ഡിസീസസും അതേപോലെ തന്നെ കുമിളകളും നിറഞ്ഞ് കാലിലൊക്കെ കുമിളകളൊക്കെ നിറഞ്ഞുകൊണ്ടുള്ള ഒരു അവസ്ഥയിലാണ് ജീവിക്കുന്നത്. പഴയ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് പാഞ്ഞ് കളിക്കുക പുഴയിൽ. ഇപ്പോൾ ഒരു നിലക്ക് ഇറങ്ങാൻ കഴിയില്ല. അങ്ങനെ വേസ്റ്റ് ഒപ്പിക്കാൻ ചില്ല് കടക്കത്തോട് നെല്ലുംപാടിയായിട്ട്. പഴയ കാലത്ത് നമ്മൾ കണ്ടമാനം ഈ മരത്തിൻ്റെ പണി, അതേപോലെ മീൻ പിടിക്കാൻ പോണ പണി എടുത്തുകയാണ്. അന്നൊരു ബുദ്ധിമുട്ടില്ല. കാരണം പിന്നെ കണ്ടമാനം കുട്ടികളെല്ലാം പോയി കുളിക്കാനും ഇതിനൊക്കെ ഇറങ്ങും. അന്ന് ഒരു 10-40 കൊല്ലമൊക്കെ മുന്നേ ഒരു ബുദ്ധിമുട്ടില്ലാതാണ് പോയി. അപ്പോൾ ഫുള്ള് വേസ്റ്റാണ്. ചളിയും ഇഷ്ടമായിട്ടുണ്ട്. അതോരോരുത്തർ ട്രെൻഡ് എടുത്തേക്കെന്ന് പറഞ്ഞ് ഇവരാരും വന്നിട്ടില്ല. ഗവൺമെൻറ് കോരാനുള്ള പദ്ധതി ഉണ്ട്, കോരില്ല. രണ്ട് പ്രധാന പ്രശ്നമാണ് കല്ലായിപ്പുഴ നേരിടുന്നത്. ഒന്ന്, കോഴിക്കോട് നഗരത്തിലെ സകല മാലിന്യവും ഒഴുകിയെത്തുന്നത് കല്ലായിപ്പുഴയിലേക്കാണ് എന്നത്. മറ്റൊന്ന്, പുഴ കയ്യേറ്റമാണ്. ഇതിൽ കല്ലായിപ്പുഴയുടെ 3 നീർച്ചോലകൾ ഒരു വ്യവസായ സ്ഥാപനം അടച്ചു പൂട്ടി അവരുടെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള 11 നീർച്ചാലുകൾ ഇന്ന് നേർത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ നീർച്ചോലകളുടെ പുനഃസ്ഥാപനത്തിന് വേണ്ടി ശ്രമിച്ചാൽ മാത്രമേ നമ്മൾ കല്ലായിപ്പുഴ ജീവനോടെ നിലനിൽക്കുള്ളൂ. അതേ അവസരത്തിൽ തന്നെ ഇതിലേക്ക് തുറക്കുന്ന മാലിന്യ കുഴലുകൾ അടച്ചു പൂട്ടുകയും അതേപോലെ മറ്റു മാലിന്യ കുഴലുകളുടെ അടുത്ത് സ്ലൂയിസ് വാൾവുകൾ വെച്ച് ആ വെള്ളം ശുചീകരിച്ച് അതിലെ ചെളിയും മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്ത് ശുദ്ധജലം മാത്രമേ ഈ പുഴയിലേക്കും കനാലിലേക്കും ഒഴുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ആ തീരുമാനം ഇവിടെ നടപ്പായിട്ടില്ല. അത്തരത്തിലുള്ള തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിനുള്ള ഇച്ഛാശക്തി നമ്മുടെ കോർപ്പറേഷനും ജില്ലാ ഭരണകൂടത്തിനും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ കല്ലായിപ്പുഴ ഒരു ജീവസുറ്റതാക്കി മാറ്റാൻ പറ്റൂ. നഗരത്തിലെ വെള്ളക്കെട്ടിനുള്ള പ്രധാന കാരണം കല്ലായിപ്പുഴയുടെ അടിത്തട്ട് ഉയർന്നതാണ്. എക്കൽ ഈ പറഞ്ഞ പോലെ അഴുക്ക് മൊത്തം നമുക്ക് മാറ്റണം. ഇത് മാറ്റണമെങ്കിൽ പുഴയുടെ തീരം കോർപ്പറേഷൻ്റേതാണ്. പക്ഷേ പുഴ ആരുടേതാണ്? ഇറിഗേഷൻ വകുപ്പിൻ്റേതാണ്. അപ്പോൾ പണ്ട് ഒരു റിവർ മാനേജ്മെൻറ്റ് പദ്ധതി ഉണ്ടായിരുന്നു. അത് പ്രകാരം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ, എനിക്ക് തോന്നുന്നു 2002 തോന്നുന്നു, അവർ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? 3 കോടി രൂപ സർക്കാരിൽ നിന്ന് അത് കൊടുക്കാമെന്നുള്ളത് പാസ്സായിട്ടുണ്ട്. പക്ഷേ അത് വേണ്ട രീതിയിൽ അന്ന് അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, ടെൻഡർ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. കാരണം ഈ എടുത്ത എക്കൽ എവിടെ ഇടും എന്നതായിരുന്നു പ്രശ്നം. അങ്ങനെയാണ് കോർപ്പറേഷൻ അവസാനം എന്ത് ചെയ്തു, എന്നാൽ ഞങ്ങൾ പൈസ തരാം. അപ്പോൾ നമ്മൾ ടെൻഡർ വിളിക്കുമ്പോൾ അതിലും വലിയ പൈസ ആൾക്കാർ ചോദിക്കുന്നത്. ഇപ്പോൾ അടുത്ത് വിളിച്ചിരിക്കുന്നത് 56% ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും നമ്മളെ നാട്ടുകാർ രക്ഷപ്പെടട്ടെ, നമുക്ക് ആ പുഴ ഒന്ന് ഭംഗിയായി കിട്ടണം, കനോലി കനാലും ഒന്ന് സുന്ദരമായിട്ട് ഒഴുകണം. അതിനുവേണ്ടി നമുക്ക് പുഴ വൃത്തിയാവേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ അത് കൊടുക്കാൻ കോർപ്പറേഷൻ കൗൺസിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. ടൂറിസം വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്ന കോഴിക്കോടിനെ കനാൽ സിറ്റി ആക്കി മാറ്റുമെന്നാണ്. ഈ കനാൽ സിറ്റി ആക്കി മാറ്റുമ്പോൾ തന്നെ കനാലിൻ്റെ ശുദ്ധീകരണവും വേണം. ആ കനാൽ ശുദ്ധീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിരവധി ടൂറിസം പദ്ധതികൾ നമുക്കിതിൽ നടത്താൻ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അഴുക്ക് വെള്ളത്തിലൂടെയാണ് നമ്മൾ ഈ പുഴയിൽ ഒഴുകുന്നത്. ഈ അഴുക്ക് വെള്ളം തൊട്ടാൽ ചൊറിയുന്നത് കൊണ്ട് ഒരാളും ഒരു ബോട്ടിലോ അല്ലെങ്കിൽ വഞ്ചിയിലോ കയറാൻ തയ്യാറാവുന്നില്ല. അപ്പം കനാൽ സിറ്റി ആക്കി മാറ്റുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാ ടൂറിസം സാധ്യതയും നമുക്ക്
പരിശോധിക്കാവുന്നതും പരിഗണിക്കാവുന്നതും നടപ്പാക്കാവുന്നതാണ്. അപ്പോൾ അതിന് ഒരു ഇച്ഛാശക്തി നമുക്ക് വേണം. 1118 കോടി രൂപ അനുവദിച്ചു എന്ന് പത്രത്തിലും നിയമസഭാ രേഖകളിലും പറയുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ 1 രൂപ പോലും ഇതുവരെ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. ചെറുതോടും നദികളുമെല്ലാം ലോകത്തിലെ പല നഗരങ്ങളും അഭിമാനത്തോടെ നിലനിർത്തുമ്പോൾ കോഴിക്കോട് അതിൻ്റെ ഹൃദയത്തിലൊഴുകുന്ന കല്ലായിപ്പുഴയ്ക്ക് ചരമഗീതം എഴുതുകയാണ്. പുഴയുടെ ഈ ജീർണാവസ്ഥ കണ്ട് അധികാരികൾ മുഖം തിരിക്കാതിരുന്നാൽ സുന്ദരമായ കല്ലായിപ്പുഴ സാധ്യമായ സ്വപ്നമാണ്.